ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമത വീണു എന്നുള്ളതാണ്. കാവ്യ എവിടെ ജയിച്ചു അല്ലെ? തൃണമൂലിന് ഈ 15 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം അടുത്ത ഭരണത്തിനായിട്ട് വളരെയധികം തൃണമൂൽ പാർട്ടിയെ അടക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ സംരക്ഷണവും ചെയ്തിട്ടും മമതയ്ക്ക് അവിടെ നീങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മമതയ്ക്ക് അവിടെ നീങ്ങാൻ പറ്റുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൃഗീയമായ അട്ടിമറി, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അട്ടിമറിയിലോട് കൂടിയിട്ടാണ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ, കാരണം ഏകദേശം ഏറ്റവും ചെറിയ കണക്കാണ് പറയുക, ഏകദേശം 27 ലക്ഷം ആളുകൾക്കാണ് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോലും പോയത്. അപ്പൊ അത്ര ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണോ എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ ഒരു ശുപാർശ ഉണ്ടായിട്ട് പോലും അതുപോലും അംഗീകരിക്കാതെ ഉള്ള ഒരു വോട്ടാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 90 ലക്ഷം ആളുകളെയാണ് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അതിൽ ഇപ്പം ആ 90 ലക്ഷം പേരിൽ കുറച്ചൊരു മരിച്ചു പോയവരുണ്ടാവും, സ്ഥലം മാറിപ്പോയവരുണ്ടാകാം. ഇതൊന്നും നമ്മൾ മാറ്റി നിർത്തില്ല. എങ്ങനെയാണെങ്കിൽ പോലും ഏകദേശം 60 ലക്ഷം അടുത്ത് ആളുകൾക്ക് 34 ലക്ഷം ആളുകൾക്കാണ് അവിടെ ഒരു എന്താ പറയുക, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ട്, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് 34 ലക്ഷം പേർക്ക് സാധിക്കാതെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പല പല കാരണങ്ങൾ പറഞ്ഞ 60 ലക്ഷം ആളുകളുടെ വോട്ട് അവര് റദ്ദാക്കുന്നു. അപ്പോൾ തന്നെയും 27 ലക്ഷം പേരുണ്ട്. അതിലുള്ള 27 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാൻ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ സൂക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ തോറ്റിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ രീതിക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്ന, മുസ്ലിം ഭക്ഷങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ഒരു വെട്ടിക്കുറവ്, ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ആളുകളെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇത്രയും ആളുകളുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. 10 വർഷം വരെയും യാതൊരു തരത്തിലും വളരെ കുറഞ്ഞ സീറ്റ് മാത്രം പിടിച്ച BJP ആണ് ഇപ്പോൾ. അതെ, അപ്പൊ ഈ അട്ടിമറി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകളുടെ പൗരാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള അട്ടിമറി ആകുമ്പോൾ തന്നെ അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിധി റദ്ദാക്കുകയാണ് വേണ്ടത്. പക്ഷെ അങ്ങനത്തെ ഒരു നീക്കം ഇവിടെ ഉണ്ടാവുന്നില്ലെന്നാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 2016 വെറും 3 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന BJP അവരുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആധിപത്യം ഇപ്പോഴത്തേക്ക് ഉണ്ടാകും. 200-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് അവർ അധികാരത്തിൽ വരുന്നു. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3-ൽ 2 വോട്ട് കിട്ടിക്കൊണ്ടാണ് ദീദി അധികാരത്തിൽ വന്നത്. എന്നാൽ ഇത്തവണ അവർ 87 സീറ്റിലേക്ക് അവർ ഒതുങ്ങി പോകുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു കാര്യം മാത്രമല്ല ഇവിടുത്തെ ഇലക്ഷന് പുറകിലുള്ളതെന്നും, ഒരുപാട് ആളുകളുടെ വ്യക്തിപരവും അവരുടെ പൗരത്വവും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അപ്പം ഇത്രയും ആളുകളുടെ വോട്ടുകൾ ലംഘിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടിട്ടുള്ള 3 മുഖ്യമന്ത്രിമാർ പരാജയപ്പെട്ട ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് കെജ്രിവാൾ കുറച്ചാൾ മുമ്പാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള 2 തോൽവികളെന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത്, ഒന്ന് സ്റ്റാലിന്റെ തോൽവിയും അതേപോലെ തന്നെ മമതയുടെ തോൽവിയാണ്. സ്റ്റാലിൻ കുളത്തൂരിൽ ഏകദേശം 900 വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽക്കുന്നത്. അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം 1.02 ലക്ഷം ആളുകളുടെ വോട്ടാണ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടുള്ളത്. നമ്മൾ മമതാ ബാനർജിയുടെ ഇടത്തേക്ക് വരികയാണെങ്കിൽ അവർ 15,000 വോട്ടുകൾക്കാണ് സുവേന്ദുവിനോട് തോറ്റിട്ടുള്ളത്. സുവേന്ദു എന്ന് പറയുന്നത് ഇത്രയും കാലം മമതാ ബാനർജിയുടെ ഇതിന് മുൻപ് വരെ വിശ്വസ്തനായി ഉണ്ടായിരുന്ന അവരുടെ ശിഷ്യനായൊക്കെ കരുതപ്പെട്ടു പോയിട്ടുള്ള സുവേന്ദു അധികാരി, അദ്ദേഹത്തിനോട് 15,000 വോട്ടുകൾക്കാണ് ഇവര് തോറ്റുപോകുന്നത്. അവിടെയും ഏകദേശം 51,000-ലടുത്ത് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അത് മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മൾ കെജ്രിവാളിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അദ്ദേഹം തോൽക്കുന്നത് 4,000 വോട്ടുകൾക്കാണ്. 1,000 വോട്ടുകളുടെ ഒരു ഡിലീറ്റ് അവിടെ ഉണ്ടാകും. അത്തരത്തിൽ വ്യാപകമായ ആളുകളുടെ വോട്ടവകാശങ്ങളെ ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇവിടെ. ഇപ്പൊ ഒരു അട്ടിമറിയാണ്. ഇപ്പം ഇവർ 2 പേരും എന്ന് പറയുന്നത്, ഇപ്പം DMKയുടെ സ്റ്റാലിനും മമതാ ബാനർജിയും ഇന്ത്യ മുന്നണിയോടൊപ്പം ഏറ്റവും ശക്തമായി നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരെ തകർക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുന്നു. അട്ടിമറി വിജയത്തിലൂടെ ഇവര് അധികാരത്തിൽ വരുന്നു. അത്
അത് കുറച്ചധികം ഈ ഒരു വിധി എന്ന് പറയുന്നത് കുറച്ചധികം ഭയപ്പെടുത്തുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിലും അമിത്ഷായുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഇലക്ഷന്റെ സമയമാകുമ്പോൾ അവിടുത്തെ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല അല്ലെങ്കിൽ അവരുടെ ഒരു വിങ്ങിലുണ്ടായിരുന്ന പല അധികാരികളെയും പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. DYSPയെ പോലും അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നവരുണ്ട്. അവരുടെ ഒരു പ്ലാനിങ്ങിനെ തന്നെ തകർത്ത് കളയുന്നത്. ഐബാക്കിന്റെ ഓഫീസിലേക്ക് അവർ വരുന്നു. ഓഫീസിൽ വന്ന് അവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാക്കുന്നു. EDയെയും CBIയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ അതിൽ ഉള്ള ആളുകളെ എന്താ പറയാ അവരെ ബുദ്ധിമുട്ടിലാക്കുന്നു. അതേപോലെ ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേനും തൃണമൂലിലെ ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അകത്താകുന്നു. അത്തരത്തിലുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട കാരണം വളരെ വലിയൊരു സേനയെ കേന്ദ്ര സേന അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ പേരിൽ ഒരു സേനയെ വിന്യസിച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അട്ടിമറിയാണ് അവിടെ നടന്നതെന്നാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടും നമ്മുടെ നാട് നിശ്ചലമാകേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയൊരു അനീതി സംഭവിച്ചിട്ടും ബന്ധുക്കൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടല്ല. ആളുകളെല്ലാം അല്ലെങ്കിൽ പോപ്പുലർ മീഡിയാസ് പോലും ഓക്കെ ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് പറഞ്ഞ ഒരു നിശ്ചലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ നിശബ്ദത വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കൂട്ടി യോജിക്കാൻ സാധിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ജയിച്ചിട്ടുള്ള 34 വർഷം ഭരിച്ച CPM ആകെ ഒരു സീറ്റാണ്, ഇടതുപക്ഷത്തിന് ആകെ ഒരു സീറ്റാണ് അവിടെ നേടാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിംസിന്റെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള അവരുടെ വോട്ട് ചെയ്യുന്ന അപ്പൊ ഏകദേശം 90 മണ്ഡലങ്ങൾ നമ്മൾ തന്നെ സംസാരിച്ചാണ്. 90 മണ്ഡലങ്ങളിൽ ജയിക്കാൻ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ മാത്രം മതി. പക്ഷെ അവിടെ വോട്ടുകൾ ചിഹ്നിച്ച് കളയുന്ന വീതിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതും BJPക്ക് ഭയങ്കര അനുകൂലമായിട്ട് വരുന്ന ഒരു ഫാക്ടാണ്. അതിന്റെ ഒരു കാരണം പറയുന്നത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അതേപോലെ തന്നെ പാർട്ടി വിട്ടിട്ട് പോയുള്ള ഹ്യൂമയൂണിന്റെ ആം ജനതാ ഉന്നയൻ എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടി അവിടെ വർഗീയ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ ബാബരി മസ്ജിദ് ഒക്കെ പണിയുന്ന രീതിയിലുള്ള അവരുടെ വീഡിയോകളൊക്കെ ആ സമയത്ത് പുറത്തു വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു അട്ടിമറി തന്നെയാണ് ബംഗാളിലെ. നമുക്കത് നിസ്സംശയം പറയാതെ തീർച്ചയായിട്ടും ബംഗാളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനും അപ്പുറം വലിയൊരു ഇമ്പാക്ട് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അട്ടിമറികൾ നടത്തുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അട്ടിമറി വിജയം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യമില്ലേ, തുടർഭരണം ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു അട്ടിമറി ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം അത് വ്യക്തമായിട്ടും ഈ കട്ട് പെട്ടുപോകുന്ന മനുഷ്യർ അത്രയും കഴിഞ്ഞ തവണ ഏകദേശം 66 ലക്ഷം വോട്ടിന്റെ എന്തോ ഒരു ഭൂരിപക്ഷമാണ് മമതയ്ക്ക് ഉണ്ടായെങ്കിൽ അതിലധികം ആളുകൾ കട്ട് ചെയ്ത് പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ 1 കോടിയോളം അടുത്ത ആളുകളെയാണ് കട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നതെന്ന് BJP സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ചേർത്ത് വെച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്തില് ജയ് ശ്രീരാമാണ് വിളിക്കുന്നത്, ഇവിടെ ജയ് കാളി ജയ് ദുർഗ എന്നെല്ലാം പറഞ്ഞ് അത്തരത്തിലൊരു പ്രചരണം നടത്തുന്നു. ബംഗാളിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഒരു സാധാ കടയിൽ നിന്ന് മേടിച്ചൊക്കെ മോദിജി കഴിക്കുന്നു. ആ രീതിയിലൊക്കെ ബംഗാളികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് എന്താ പറയാ വളരെ വ്യക്തമായിട്ടും SIR നടപ്പിലാക്കിയത് കൊണ്ടുള്ള ഭവിഷ്യത്തുകളിൽ നിന്നുള്ള അതുകൊണ്ടാണ് ഇത്ര വലിയൊരു തോൽവി ഉണ്ടായതെന്ന് നമുക്ക് പറയാതെ വയ്യ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള തോൽവി എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിലെ തന്നെ ഒരു കറുത്ത ഏടായിട്ട് വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അട്ടിമറികളിലൂടെയും ഭയങ്കര കൃത്യമായിട്ടുള്ള ക്രൂക്കഡായിട്ടുള്ള പ്ലാനുകളിലൂടെയും നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുമ്പൊക്കെ വളരെ 77 അത്ര ഏതോ സീറ്റുകളായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നേരെ മാറി 206 എന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ട് അല്ലെങ്കിൽ അത്രയും അതിനോട് അടുത്തൊരു ലെവലിലോട്ട് എത്തുന്നു. അത്രയും കാലം ഏകദേശം 215ഓളം സീറ്റുകളുടെ 3-ൽ 2 വോട്ട് കിട്ടി ജയിച്ചിട്ടുള്ള മമതാ ബാനർജി വളരെയധികം 81 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് താഴേക്ക് പോകുന്നു. BJPക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു അട്ടിമറിയുടെ തന്നെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് നാളെ മൊത്തത്തിൽ അത് ഇന്ത്യ മുഴുവൻ അവരുടെ കൈകളിലാവുന്നതിലോ അതിലേക്കൊക്കെ നയിക്കുന്ന ഒരു ഫാക്റ്റ് ആവും. അപ്പൊ
ഇങ്ങനെയുള്ള വിജയങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളടക്കം സ്വീകരിക്കേണ്ട പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരങ്ങളോ ഒന്നും മൊത്തത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വേദനാജനകമാണ്. ബംഗാളിലെ ഈ വിജയം എന്ന് പറയുന്നത് അത് കൃത്യമായും വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതും കൂടി ഇവിടത്തെ ഒരു ഇലക്ഷനും കൂടെ പുറത്തു വരുമ്പോൾ ഏകദേശം 22ഓളം സ്ഥലങ്ങളിലാണ് ഒരു പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഇവർ എത്തുന്നത്. അപ്പം എന്താകും, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഭരണ കാര്യങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ നമുക്ക് ബംഗാളിലെ കാര്യങ്ങൾ കാത്തിരുന്നാൽ കാണാനേ സാധിക്കുകയുള്ളൂ. എന്നാലും ഈ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ഇത്രയും ആളുകളുടെ വോട്ടവകാശം കഴിഞ്ഞുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവരിത് റദ്ദാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വെല്ലുവിളി തന്നെയാണ്. എന്തായിരിക്കും ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് കാണാം.